ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹുവിന്റെ ഉമ്മാക്ക് ജീവിക്കാനുള്ള വഴിയില്ലാതെ ജോലിക്ക് പോയിട്ടാണ് ജീവിച്ചിരുന്നത്. അപ്പൊ അദ്ദേഹം ആ മഹദി ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹുവിനെ വീട്ടിൽ കിടത്തി ഉറക്കിയതിനു ശേഷം പോയി. പക്ഷേ ഉമ്മ വരുന്നതിന് മുമ്പ് കുട്ടി എഴുന്നേറ്റു. കുട്ടി വാ പൊളിച്ച് കരയാൻ തുടങ്ങി, ഉറക്കെ വാവിട്ട് കരയാൻ തുടങ്ങി. അങ്ങനെ കുട്ടിയുടെ കരച്ചിൽ കേട്ടപ്പോൾ അപ്പുറത്തെ വീട്ടിലുള്ള ഒരു സേവക അടിമപ്പെണ്ണ് ഓടി വന്നുകൊണ്ട് ഇമാമുൽ ഹറമൈനി എന്ന ചെറിയ കുഞ്ഞിന് മുല കൊടുത്തു. അടിമപ്പെണ്ണ് മുല കൊടുത്തു. ഇത് കണ്ട് ഇമാമുൽ ഹറമൈനിയുടെ പിതാവ് കയറി വന്നു. അദ്ദേഹം ഇത് കണ്ടപ്പോ ഇമാമുൽ ഹറമൈനിയുടെ പിതാവിന് സങ്കടം തോന്നി. എന്റെ മകൻക്ക് മുല കൊടുക്കുന്നത് അപ്പുറത്തെ വീട്ടിലെ സേവകയായ സ്ത്രീയാണ്. സേവക എന്ന് പറഞ്ഞാൽ മുതലാളി, തൊഴിലാളി. തൊഴിലാളിക്ക് മുതലാളിയുടെ സമ്മതമില്ലാതെ പാൽ കൊടുക്കാൻ പാടില്ല. പക്ഷെ ഇമാമുൽ ഹറമൈനി വാവിട്ട് കരയുന്നത് കണ്ടപ്പോൾ ആ അടിമപ്പെണ്ണ് വന്ന് മുല കൊടുത്തതാണ്. എന്റെ വാപ്പ ഇത് കണ്ടുവന്നു. എന്റെ വാപ്പ എന്താണ് ചെയ്തതെന്നറിയോ? എന്നെ ഇങ്ങനെ തല കീഴായി പിടിച്ചിട്ട് എന്റെ വയറിനുള്ളിലെത്തിയ മുഴുവൻ അമ്മിഞ്ഞപ്പാലും പുറത്തേക്ക് ഛർദിപ്പിച്ചു. കാരണം മുതലാളിയുടെ സമ്മതമില്ലാതെ കൊടുത്ത ഈ അമ്മിഞ്ഞപ്പാല് അത് ഈ കുട്ടിയുടെ വളർച്ചയെ മുരടിപ്പിക്കുമെന്ന് എന്റെ വാപ്പാക്കറിയാം. അതുകൊണ്ട് എന്റെ വാപ്പ അങ്ങനെ ചെയ്തു. എങ്കിൽ പോലും അപ്പോഴേക്കും അമ്മിഞ്ഞപ്പാൽ എന്റെ വയറിനുള്ളിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ എന്റെ അമ്മിഞ്ഞപ്പാല് അധികവും പുറത്തു പോയെങ്കിലും അല്പം അമ്മിഞ്ഞപ്പാൽ അവിടെ ബാക്കിയായി. അതുകൊണ്ടാണ് ഇപ്പോഴും ദർസ് നടത്തുമ്പോൾ എന്റെ വാക്കുകൾ പരസ്പരം വിക്കിയായി പോകുന്നത്, വിക്കുണ്ടാകുന്നത്, വാക്കുകൾ പരസ്പരം കൂടിക്കലർന്നു പോകുന്നതെന്ന് ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹു. കണ്ടോ, ഇത്ര വലിയൊരു പണ്ഡിതനായിട്ട് പോലും അന്ന് കുടിച്ച ഒരു അമ്മിഞ്ഞപ്പാല് സംശുദ്ധമല്ലാത്തത് കൊണ്ട്, അനുവദനീയമായ രീതിയിലല്ലാതെ കിട്ടിയ അമ്മിഞ്ഞപ്പാലായതുകൊണ്ട് ഇമാമുൽ ഹറമൈനിക്ക് വലിയ പ്രായത്തിൽ മഹാനായ പ്രഗത്ഭനായ ഒരു മുദരിസായിട്ട് പോലും നേരാവണ്ണം ദർസ് നടത്താൻ കഴിയാത്ത പ്രയാസമുണ്ടായി. കണ്ടില്ലേ? അതുകൊണ്ട് മക്കളുടെ വയറിലേക്ക് ഹലാലല്ലാത്തത് എത്താൻ പാടില്ല. ഇതിപ്പോ ഒരു വലിയ വിഷയമാണ്. പണമുണ്ടാക്കാൻ എന്തൊക്കെ ചുരുണ്ടടവുകൾ പറ്റും അതൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. മുഴുവൻ ഹലാലാണോ ഹറാമാണോ ആ ചിന്ത മാത്രം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. മക്കൾക്ക് ഹലാലല്ലാത്ത ഭക്ഷണമാണ് തിന്നാൻ കൊടുത്തതെങ്കിൽ ആ മക്കൾ ഒരിക്കലും നേരാവൂല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു യഖൂൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അഖദൽ ഹസൻ ഇബ്നു അലി തംറതൻ മിൻ തമരി സ്വദഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ സകാത്ത് കൊടുക്കാൻ വേണ്ടി മദീനയിൽ ഈത്തപ്പനം ഇങ്ങനെ കുന്നുപോലെ കൂട്ടിയിട്ടിരിക്കുകയാണ്. പാവപ്പെട്ടവർക്ക് സകാത്ത് വിതരണം ചെയ്യാൻ വേണ്ടി കാരക്ക ഇങ്ങനെ കൊടുന്ന് കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോ ഫാത്തിമ ബീവിയുടെ ചെറിയ മകൻ ഹസൻ റളിയല്ലാഹു അൻഹു വായിൽ ഉമിനീര് വന്നു, വായിൽ വെള്ളമൂറി. ആ ഈത്തപ്പഴം തിന്നാനുള്ള പൂതിയായി. ഹസൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? അഖദൽ ഹസൻ ഇബ്നു അലി തംറതൻ മിൻ തമരി സ്വദഖ. സകാത്തിന്റെ കാരക്കയിൽ നിന്നൊരു കാരക്ക ഹസൻ റളിയല്ലാഹു അൻഹു എടുത്തു. വജഅലഹാ ഫീഹി, എന്നിട്ട് ആ കാരക്ക എടുത്ത് വായിൽ വെച്ചു. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് കണ്ടു നിന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, കിഹ് കിഹ്, ഒഴിവാക്കി, ഇർമി ബിഹാ, തുപ്പിക്കളയി. ആ ഈത്തപ്പഴം നിനക്ക് തിന്നാൻ പറ്റൂല. അമാ അലിംത അന്നാ ലാ നഅകുലു സ്വദഖ, സകാത്ത് നമ്മൾ തിന്നൂല എന്ന് മോനെ നിനക്കറിയില്ലേ? അഹ്ലുബൈത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം. അവർ സകാത്തിന്റെ ഭക്ഷണം കഴിക്കൂല. സകാത്ത് അഹ്ലുബൈത്തിന് സ്വീകരിക്കാൻ പറ്റൂല. ആ ചെറിയ കുട്ടിക്ക് അതൊന്നും അറിയില്ല. പക്ഷേ ആ ചെറിയ കുട്ടി ഒരു കാരക്ക എടുത്ത് വായിൽ വെച്ചപ്പോഴേക്കും
അള്ളാഹുവിന്റെ റസൂൽ ഇടപെട്ട് പറഞ്ഞു, അമാ അലിംത മോനെ, നിനക്കറിയൂലേ അന്നാ ലാ നഅകുലു സദഖ, നമ്മൾ സകാത്ത് തിന്നൂല എന്ന കാര്യം അറിയില്ലേ, അതുകൊണ്ട് തുപ്പിക്കളയെന്ന് പറഞ്ഞ് ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ വായിൽ നിന്ന് ആ കാരക്ക തുപ്പിക്കളയിച്ചു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഈ പറഞ്ഞത് പെട്ടതാ. ഹലാലല്ലാത്ത ഒരു പിടി ഭക്ഷണം, ഒരു ചുള കാരക്ക പോലും കുട്ടികളുടെ വയറിലെത്താൻ പാടില്ല. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തരും പല പല ബിസിനസ്സിനും പല പല രീതിയിൽ പണമുണ്ടാക്കാനുള്ള മാർഗങ്ങൾ നോക്കുന്നുണ്ട്. മുഴുവനായും ഞാൻ വഞ്ചനയില്ലാതെ സമ്പാദിച്ചതാണോ എൻ്റെ കുട്ടികൾക്ക് ഞാൻ ഭക്ഷണം ആയി കൊടുത്തത് എന്നത് ആലോചിക്കുന്നില്ല. സ്വതക്ക കൊടുക്കാനും സംഭാവന കൊടുക്കാനൊക്കെ ഉഷാറാണ്, പള്ളിയിലൊക്കെ കൃത്യമായി വരുന്നുണ്ട്, എല്ലാ കാര്യത്തിലുണ്ട്. പക്ഷേ സമ്പാദ്യം ഹലാലാണോ?